എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീകൃഷ്ണ കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൂതനാമോക്ഷം കഥയിലേക്ക് കടക്കുകയാണ്. അമ്പാടിയിൽ നന്ദഗോപർക്കും യശോദാമയ്ക്കും തേജോമയനായ ഒരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. യശോദ എല്ലാ ദീനങ്ങളും മറന്നു കഴിഞ്ഞു. നന്ദഗോപർ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വരുത്തി സ്വസ്ഥയിനങ്ങൾ ചെയ്യിച്ചു. ജാതകർമ്മവും നടത്തി. ബ്രാഹ്മണർക്ക് ധനം, പശു, വസ്ത്രം, സ്വർണം എന്നിവ ദാനം ചെയ്തു. കാഴ്ചദ്രവ്യങ്ങളുമായി ഗോപന്മാർ എത്തിച്ചേർന്നു. ഗോപികമാരും ഓടിയെത്തി. മധുരാ നഗരത്തിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു അമ്പാടി. വനവും മൈതാനവുമുള്ള പ്രദേശം. അവിടെ ഗോപന്മാർ വീടുകൾ നിർമ്മിച്ചു. അവരുടെ നേതാവായിരുന്നു നന്ദഗോപർ. നന്ദഗോപർ കംസന് വർഷം തോറും അടയ്ക്കാനുള്ള കരവും കൊണ്ട് മധുരയിലേക്ക് പോയി. കരമടച്ച് തിരികെ വരുന്ന വഴിക്ക് നന്ദഗോപർ വസുദേവരുടെ ഗൃഹത്തിലെത്തി. വസുദേവരുടെ മാതുലപുത്രനാണ് നന്ദഗോപർ. വയസ്സുകാലത്ത് ഒരു പുത്രനെ ലഭിച്ചതിൽ വസുദേവർ നന്ദഗോപരെ അഭിനന്ദിച്ചു. ആ കുഞ്ഞിനെ വസുദേവർക്ക് കാണണമെന്നുണ്ട്. ദയയില്ലാത്ത കംസനെ പേടിച്ചാണ് അതിന് മുതിരാതിരുന്നത്. രോഹിണിയുടെ കുഞ്ഞിനെയും കാണണമെന്നുണ്ട്. ആ ആഗ്രഹത്തിനും തടസ്സമായി നിന്നത് കംസഭയം തന്നെ. കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അവർ പരസ്പരം പറഞ്ഞും രസിച്ചും ചിന്തിച്ചും ദുഃഖിച്ചും കഴിച്ചുകൂട്ടി. സ്വന്തം പിതാവിനെ ജയിലിൽ അടച്ചിട്ട് രാജാവായി വാഴുന്ന കംസന്റെ ക്രൂരതയും സംസാര വിഷയമായി. 10 ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ കംസൻ കൽപ്പിച്ചു. അനുചരന്മാർ കൽപ്പന ശിരസാ വഹിച്ചു. പല കുഞ്ഞുങ്ങളും വാളിനിരയായി. കൽപ്പന നടപ്പാക്കാൻ പൂതനയെയും കംസൻ ഏർപ്പെടുത്തി. അവൾ ഒരു സുന്ദരിയുടെ വേഷത്തിൽ പല ഗ്രാമങ്ങളിലും വീടുകളിലും എത്തി വിഷം ചേർന്ന പാല് കൊടുത്ത് അനേകം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. ആ കൂട്ടത്തിൽ അവൾ നന്ദഗൃഹത്തിലുമെത്തി. ആ മാതക സുന്ദരിയെ കണ്ട് അവിടെ നിന്ന ഗോപസ്ത്രീകൾ അത്ഭുതാധീനരായി. യശോദയും രോഹിണിയും അവളെ പ്രത്യേകം ശ്രദ്ധിച്ചു. എത്ര ചിന്തിച്ചിട്ടും പരിചയമുള്ളതായി തോന്നിയില്ല. അമ്പാടിയിൽ എത്രയോ അങ്കനമാരുണ്ട്. ആ കൂട്ടത്തിൽ ആരെങ്കിലുമായിരിക്കും. മായാമയന്റെ ചെഞ്ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. മറ്റുള്ള സ്ത്രീകൾ പോയി കഴിഞ്ഞപ്പോൾ അവൾ ശിശുവിന്റെ അടുക്കലെത്തി. പൂതന മെല്ലെ കുഞ്ഞിനെ കയ്യിലെടുത്തു. ആ സ്പർശനമേറ്റപ്പോൾ അവൾക്ക് പുളകങ്ങളുണ്ടായി. അതോടൊപ്പം അല്പം ഭീതിയുമുണ്ടായി. അവൾ വിഷലിപ്തമായ മുലക്കണ്ണ് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അത് കണ്ട് യശോദയും രോഹിണിയും വളരെയേറെ സന്തോഷിച്ചു. ആ മാതൃവാത്സല്യത്തിനെ അവർ ഉള്ളാലെ അഭിനന്ദിച്ചു. ശിശു പാല് കുടിക്കാൻ തുടങ്ങി. പാലില്ല എങ്കിലും മുല വലിച്ചു കുടിച്ചു. അവൾക്ക് വേദനിച്ചു തുടങ്ങി. കുഞ്ഞിനെ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. അവൾക്ക് വേദന വർദ്ധിച്ചു. പ്രാണവേദനയാൽ കൊണ്ട് പിടയുന്ന അവളെ കാണാത്ത മട്ടിൽ കുഞ്ഞു മുല കുടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പൂതനയുടെ രൂപം മാറി. ഭീകര രൂപമായി മാറി. കൈകാലുകളിട്ടടിച്ച് കണ്ണു തുറിച്ച് അവളുടെ അലർച്ച ആ പ്രദേശത്താകെ മുഴങ്ങി. അങ്ങനെ പൂതന മരിച്ചു വീണു. അവൾക്ക് മോക്ഷം ലഭിച്ചു. ആ ഭീകര രൂപത്തെ കാണാൻ അമ്പാടിയിലുള്ള മുഴുവൻ ജനങ്ങളും ഓടിക്കൂടി. ആ രാക്ഷസിയുടെ മാറിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ ഗോപികമാർ വലിച്ചെടുത്ത് യശോദയെ ഏൽപ്പിച്ചു. ഈ സമയത്താണ് മധുരയിൽ നിന്ന് നന്ദഗോപർ തിരികെ എത്തിയത്. എല്ലാവരും കൂടി ചേർന്ന് പൂതനയുടെ ശരീരം പല കഷ്ണങ്ങളാക്കി അകലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു. ആ ചിതയിൽ നിന്ന് ഉയർന്നത് സുഗന്ധവാഹിയായ പുകയായിരുന്നു. അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഭഗവാൻ മുല കുടിച്ചതുകൊണ്ട് പൂതനയ്ക്ക് മാതൃസ്ഥാനം ലഭിച്ചു. മാത്രമല്ല അദ്ദേഹം ആ മാറിൽ കുറെ സമയം കിടക്കുകയും ചെയ്തു. അതിലൂടെ യഥാർത്ഥമായ മോക്ഷമാണ് പൂതനയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് അവളുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ സുഗന്ധമുണ്ടായത്. ഇന്നത്തെ ശ്രീകൃഷ്ണ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.